എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സോഷ്യൽ ഫോർമേഷൻസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ 5ാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 4ാമത്തെ യൂണിറ്റ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി 4ാമത്തെ യൂണിറ്റാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച്, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വ്യവസായവൽക്കരണം അതിന് ശേഷമുള്ള സമൂഹമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി? പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ the society where the focus shifts from making things to producing services, a transition that is also connected with subsequent societal reconstructing. അതായത് സമൂഹത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ കാലഘട്ടത്തിലും വസ്തുക്കൾ നിർമ്മിക്കുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ നിർമ്മിക്കുക എന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ട് സർവീസ് സെക്ടറിലേക്ക്, സേവന വിഭാഗങ്ങളിലേക്ക്, സർവീസ് സെക്ടറിലേക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ ഉണ്ടായത്. making things to providing services എന്നാണ്. ഫ്രം മേക്കിംഗ് തിങ്സ് ടു പ്രൊവൈഡിങ് സർവീസസ്, അതായിരുന്നു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു. ഇനി എന്തിനാണ് ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു റീകൺസ്ട്രക്ട് ദ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, അതാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. US, വെസ്റ്റേൺ യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിലൊക്കെ പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിട്ടുണ്ട്. വ്യവസായിക വിപ്ലവത്തിനോടനുബന്ധിച്ച് തന്നെ പോസ്റ്റ് വ്യാവസായിക വിപ്ലവം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ വേറെ രീതിയിലും കൂടെ നമുക്ക് പറയാം. ടു ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ, ചേഞ്ചസ് ആൻഡ് പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഓഫ് ഹൈലി ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. വളരെ മികച്ച രീതിയിൽ ഉയർച്ച സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന വ്യവസായവൽക്കരണത്തിലൂടെ ഉയർച്ച സംഭവിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ ഘടനയിലും അവരുടെ മൊത്തത്തിലുള്ള സാങ്കേതികതയിലും വരുന്ന മാറ്റത്തെയാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്താണ്? ടു ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ, ചേഞ്ചസ് ആൻഡ് പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഓഫ് ഹൈലി ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അപ്പോൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇവയ്ക്കൊരു വലിയ പങ്ക് ഉണ്ടായിരുന്നു. ഇനി വ്യവസായ സമൂഹം പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത് എന്തിനാന്നാ പറഞ്ഞത്? മേക്കിങ്ങിനാണ് അല്ലേ. വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഫാക്ടറികളിൽ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനും ശ്രേണീകൃത സമൂഹം, ഒരു ഹൈറാർക്കിയൽ സൊസൈറ്റി നിലനിർത്തുന്നതിനുമാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളതെങ്കിൽ, അവിടെ ഒരു തൊഴിലാളി മുതലാളി ക്ലാസ്സുകളാണ് നിലനിന്നിരുന്നതെങ്കിൽ, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സേവന മേഖലയിൽ, സർവീസ് സെക്ടറിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഈ ഒരു ശ്രേണീകൃത സമൂഹം, തൊഴിലാളി മുതലാളി ബന്ധത്തിനപ്പുറത്ത് ഒരു ശ്രേണീകൃത സമൂഹം ഇല്ലാതാക്കാനാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ കൂടുതലായിട്ടും ശ്രമിച്ചിട്ടുള്ളത്. സമൂഹത്തിന് പുതിയ മേഖലകൾ, നിയമം, അതായത് ലോ, ടീച്ചിങ്, ഹെൽത്ത്, അങ്ങനത്തെ കുറേ സർവീസ് സെക്ടറുകൾ, സേവന മേഖലകൾ ഉയർത്തുകയാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പാരിസൺ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ബേസിസ് ഓൺ ലേബർ തിയറി. തൊഴിലാളികളുടെ ഒരു ഇതിലാണ് അത് ഉണ്ടായപ്പെടുന്നത്. തൊഴിലാളികൾക്ക് പകരം മൂലധനത്തിനായിരുന്നു അവിടെ പ്രാധാന്യം നൽകിയത്.
അപ്പോൾ ഒരു തൊഴിലാളി അവിടെ തൊഴിലെടുത്ത് മരിക്കുന്നതല്ല, ആ തൊഴിലാളിയെ കൊണ്ട് എത്ര മൂലധനം ഉണ്ടാക്കിയെടുക്കാം, എത്ര ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ തൊഴിലാളികളെക്കാൾ പ്രാധാന്യം മൂലധനത്തിനായിരുന്നു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ. അതേസമയം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. വിവര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പുതിയ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ സംരംഭങ്ങളും, ന്യൂ ഇന്നൊവേഷൻസ് ആൻഡ് ഡിസ്കവറീസ്, പുതിയ സംരംഭങ്ങളും അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി പ്രാധാന്യം നൽകുന്നത്. ഇറ്റ് ആഡഡ് വാല്യൂ, ഇൻക്രീസസ് റിട്ടേൺസ് ആൻഡ് സേവ്സ് ക്യാപിറ്റൽ. മൂല്യമുണ്ടാക്കുന്നു, അതിനനുസരിച്ച് എന്താ പറയുക, പ്രതിഫലം ഉണ്ടാക്കുന്നു, പ്രതിഫലം കൂട്ടുന്നു, അത്തരത്തിൽ കിട്ടുന്ന പ്രതിഫലം നിക്ഷേപിക്കുന്നു. അങ്ങനത്തെ ഒരു രീതിയാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും ക്യാപിറ്റൽ, മൂലധനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അത് നമ്മൾ വിട്ടുപോകരുത് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഗതാഗതത്തിന് ഒരു അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത്, ഗതാഗതമായിരുന്നു ഒരു പ്രധാനമായിട്ട് അതിൽ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് സഹായകരമായത്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക്. പക്ഷേ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയാണ് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നത്. ഏതാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി, ആശയവിനിമയമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇൻഡസ്ട്രിയൽ ആകുമ്പോൾ ഗതാഗതമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഇനി മറ്റൊരു പോയിന്റ്, ഒരു ഇൻഡസ്ട്രിയൽ സമൂഹത്തിന്, ഒരു വ്യാവസായിക സമൂഹത്തിന് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ആയിരുന്നു, തുണികളുടെ ഉൽപ്പന്നമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, വ്യാവസായിക വിപ്ലവം അറിയുന്നത് തന്നെ ടെക്സ്റ്റൈൽ വിപ്ലവത്തിൻ്റെ, കോട്ടൺ പ്രൊഡക്ഷൻ്റെ ഒക്കെ കാര്യത്തിലാണല്ലോ. അപ്പോൾ ഇതിവിടെ ടെക്സ്റ്റൈൽസിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറിനാണ് പ്രാധാന്യം നൽകുന്നത്. സേവനാടിസ്ഥാനത്തിൽ ആരോഗ്യം, ടീച്ചിങ്, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ സമൂഹത്തിൽ മാനുവൽ ജോബുകളും അതുപോലെ തന്നെ ബ്ലൂ കോളർ ജോബുകളുമാണ് കൂടുതലുണ്ടായിരുന്നത്. ജോലികൾ തന്നെ പലതരം തിരിക്കുന്നതാണ്. കൂടുതൽ മനുഷ്യന്മാർക്ക് പ്രാധാന്യം ലഭിച്ചു. മനുഷ്യന്മാർ പ്രവർത്തിച്ചുകൊണ്ടാണ് പല പ്രൊഡക്ഷനും നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം മാനുവൽ ജോബ്സ്, നമ്മുടെ മനുഷ്യന്മാരാൽ നിർമ്മിക്കപ്പെടുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബുകളാണ് കൂടുതൽ. ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബുകളാണ് കൂടുതലായിട്ട് വന്നത്. അതായത് വൈറ്റ് കോളർ ജോബ്സ് ആണ് കൂടുതലായിട്ടും വരുന്നത്. ദെൻ മറ്റൊരു പോയിന്റ് ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജാണ്. അതായത് തൊഴിലാളികൾ തൊഴിൽശാലയിൽ പോയി പണിയെടുക്കുന്നു. അങ്ങനത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ആയിരുന്നു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എന്താണ്, തിയറട്ടിക്കൽ നോളജാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. തിയറട്ടിക്കൽ നോളജും ആ തിയറീസ് ഉപയോഗിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. അപ്പോൾ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ എന്താണ്, ഒരു തിയറി ഉണ്ടാവും അല്ലേ. അപ്പോൾ തിയറട്ടിക്കൽ നോളജാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാക്ടിക്കൽ നോളജ് ആണെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ വ്യവസായാനന്തര സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ നോളജിനാണ് പ്രാധാന്യം. അപ്പോൾ ഇത്രയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കമ്പാരിസൺ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്ന പേര്, ആ ഒരു ടേം, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്ന ടേം കൊണ്ടുവരുന്നത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ ബെല്ലാണ്. ആരാണ്? ഡാനിയൽ ബെല്ലാണ്. 1973 ഈ ഒരു ടേം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിരുന്നു ദ കമ്മിങ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. എന്താണ്? ദ കമ്മിങ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ഇത് കൊണ്ടുവരുന്നത്. ഇനി മറ്റൊരു സ്കോളറാണ് അലൻ ട്യൂറൈൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, അദ്ദേഹം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് 1969. മറ്റൊരു വ്യക്തിയാണ് ഇവാൻ ഇല്ലിച്ചിൻ്റെ വർക്കാണ്, ഒരു പേപ്പർ വർക്കാണ് ടൂൾസ് ഫോർ കൺവേഴ്സിറ്റി എന്നുള്ളത്. 1973 ഈ പുസ്തകം ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയാണ് ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രധാന സ്കോളേഴ്സ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ വ്യവസായാനന്തര സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു തിയറട്ടിക്കൽ നോളജ്. രണ്ടാമത്തത്, ഷിഫ്റ്റ് ടു വൈറ്റ് കോളർ ജോബ്സ്. മൂന്നാമത്തത്, ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സർവീസ് സെക്ടർ. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. തിയറട്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ
പ്രാക്ടിക്കലായിട്ട് പണിയെടുപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് തിയറട്ടിക്കലായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഡാനിയൽ ബെല്ലിന്റെ അഭിപ്രായത്തിൽ വ്യവസായാന്തര സമൂഹത്തിൽ 2 പ്രധാന ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. തിയറട്ടിക്കൽ നോളജിനും ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടറിന്. ഏതാണ്? തിയറട്ടിക്കൽ നോളജ് ആൻഡ് ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടറിന് പ്രാധാന്യം നൽകിയിരുന്നു. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ പ്രൊഫഷണലും ഉണ്ട്, ഹ്യൂമൻ സർവീസസും ഉണ്ട്. ബോത്ത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പോലെ പ്രൊഫഷണലും ഉണ്ട്, ഹ്യൂമൻ സർവീസസും രണ്ടും സർവീസ് സെക്ടറിൽ വരുന്നുണ്ട്. ഇതിന് രണ്ടിനും പ്രാധാന്യം നൽകി. അപ്പോൾ തിയറട്ടിക്കൽ നോളജ് ബെല്ലിന്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു തിയറട്ടിക്കൽ നോളജ് ആൻഡ് ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ. ഇനി മറ്റൊന്ന് പറയുന്നത് തിയറട്ടിക്കൽ നോളജിൽ യൂണിവേഴ്സിറ്റികളും റിസർച്ച് സെന്റേഴ്സും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് തുറന്നു വന്നതാണ്. എയിൻസ്റ്റീൻ, എഡിസൺ, അങ്ങനെയുള്ള ഒരുപാട് സയന്റിസ്റ്റുകളുടെ തിയറീസും തിയറട്ടിക്കൽ നോളജും ഒക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് തിയറട്ടിക്കൽ നോളജിന്റെ കാലഘട്ടമാണ് വ്യവസായാനന്തര സമൂഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്നാൽ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ഷിഫ്റ്റ് ടു വൈറ്റ് കോളർ എംപ്ലോയ്മെന്റ്. തൊഴിലാളി ആയിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ജോലി നേടുക എന്നൊരു രീതി, പ്രൊഫഷണൽ ജോലികളിലേക്ക് ആളുകൾ തിങ്ങിക്കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ ജോലികൾ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഉണ്ട്, ഹെൽത്ത് മേഖലയുണ്ട്, ലോ ഉണ്ട്, അങ്ങനെ ഒരുപാട് വൈറ്റ് കോളർ ജോലികളുണ്ട്. അപ്പോൾ വൈറ്റ് കോളർ ജോലികൾക്ക് കൂടുതൽ ആവശ്യക്കാർ ഉണ്ടാവുകയും അവർ അങ്ങനെ ഒരു സർവീസ് പ്രൊഫഷണൽ മേഖല കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിയും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദെൻ അതുപോലെ ആളുകൾക്ക് ഇൻകം വർദ്ധിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന പൈസ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഭക്ഷണ കാർഷിക സാധനങ്ങൾക്ക് മാത്രമല്ല പാക്കറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് രൂപേണ കിട്ടുന്ന പല വസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിന് അഗ്രേറിയൻ ഫുഡ് പ്രൊഡക്ട്സിനേക്കാളും മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിന് കൂടുതൽ താല്പര്യക്കാർ വരികയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം കാർഷിക രംഗം, അതായത് അഗ്രേറിയൻ സെക്ടർ കൂടുതൽ ചെലവേറിയതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ആ രംഗം ഉപയോഗിക്കുകയും പ്രൊഫഷണൽ മേഖല തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ സാങ്കേതിക രംഗത്തിന് ടെക്നോളജി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പരമ്പരാഗത തൊഴിൽ മേഖലകൾക്ക്, ഹെറിഡിറ്ററി ആയിട്ടുള്ള തൊഴിൽ മേഖലകൾക്ക് മാറ്റം ഉണ്ടായിട്ട് കൂടുതൽ സർവീസ് സെക്ടർ, സഹകരണ സംഘങ്ങളും സോഷ്യലിസ്റ്റ് മേഖലകൾ, സർവീസ് മേഖലകളുടെയൊക്കെ വളർച്ച ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. തേർഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ 2 തരത്തിലുണ്ട്, പ്രൊഫഷണലും ഉണ്ട്, ഹ്യൂമൻ സർവീസസും ഉണ്ട്. ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് വന്നത്. അതിൽ വിദ്യാഭ്യാസം വരുന്നുണ്ട്, ആരോഗ്യം വരുന്നുണ്ട്, വികസനം, റിസർച്ച്, ഡാറ്റ പ്രോസസ്സിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ സർവീസ് സെക്ടറിൽ വരുന്നുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞ് സർവീസ് സെക്ടറിന്റെ ഈ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ വിമൻ എംപ്ലോയ്മെന്റ്, സ്ത്രീകൾക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ലഭിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. ഇതെങ്ങനെയാണ് സൊസൈറ്റിയുടെ മീതെ ഇമ്പാക്ട് ഉണ്ടാക്കിയത്, എങ്ങനെയൊക്കെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കിയത് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇറ്റ് മേക്സ് ഇമ്പാക്ട് എവിടേക്കാണ്? ന്യൂ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യകളുടെ തുടക്കം കുറിക്കാനും പുതിയ സാങ്കേതിക കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള ഉന്നമതിക്ക്, സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമതിക്ക് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് ഈ ഒരു അത് കാരണമായിട്ടുണ്ട്. ദെൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്, സമൂഹത്തിലുണ്ടായിരുന്ന പല രീതിയിലുള്ള ശ്രേണീകരണങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹം എന്ന് പറയുന്നത് എന്താവുകയാണ്? ഒരു വ്യാവസായിക ലോകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് സയൻസ് ആൻഡ് പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന മേഖലകളായിക്കോട്ടെ, റിസർച്ച് നൽകുന്ന മേഖലകൾ, യൂണിവേഴ്സിറ്റികൾ, ഇതിനൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഇമ്പാക്റ്റ് ആണ് പറയുന്നത്. ദെൻ വിമൻ എൻറ്റേർഡ് ദ പ്രൊഫഷണൽ ആൻഡ് സർവീസ് സെക്ടർ, സ്ത്രീകളും പ്രൊഫഷണൽ മേഖലകളിലും അതേപോലെ തന്നെ സർവീസ് സെക്ടറുകളിലും പ്രവർത്തിക്കാനും ജോലി തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതൊക്കെയാണ്. എന്താണ്? പുതിയ ടെക്നോളജീസിന് തുടക്കം വന്നു, സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് സൊസൈറ്റിക്ക് കുറവ് സംഭവിച്ചു, സാമ്പത്തിക ഉയർച്ചയുണ്ടായി,
പുതിയ എന്താ പറയുക പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് മുതൽക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ടായി വന്നു. ദെൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്ത്രീകൾ പ്രൊഫഷണൽ ജോലികളിലേക്കും അതുപോലെ തന്നെ സർവീസ് സെക്ടറിലേക്കും ഇറങ്ങി വരുന്ന സ്ഥിതി ഉണ്ടായി. ഇതൊക്കെയാണ് പറയുന്നത് ഇമ്പാക്റ്റ്. ദെൻ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീന്. അതിൽ ചിലത് ഡിസ്കസ് ചെയ്യുമ്പോൾ ജെ.കെ. ഗാൽബാരിത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പുതിയ രീതിയിലുള്ള വ്യാവസായിക രീതിയായിരുന്നു. പോസ്റ്റ് ഇൻഡസ്ട്രിയലിസം എന്ന് പറയുമ്പോഴും ഇതും ഒരു വ്യാവസായിക രീതിയായിരുന്നു എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പുതിയ സാങ്കേതിക വിദ്യകൾ, ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട്, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളെ വളർത്തുക. ബഹുരാഷ്ട്ര കോർപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ്, ബഹുരാഷ്ട്ര കോർപ്പറേഷൻ അഥവാ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളെ വളർത്തുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ജെ.കെ. ഗാൽബാരിത്ത് പറയുന്നുണ്ട്. ദെൻ ഇതിനു വേണ്ടിയിട്ടൊരു ആസൂത്രിത സാമ്പത്തിക രീതി കൊണ്ടുവരികയാണ്. അതാണ് ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇതിനെപ്പറ്റി വന്നൊരു ക്രിറ്റിസം എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബ്സിനും പ്രൊഫഷണൽ ജോബ്സിനും ഇത് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ മറ്റ് തൊഴിലുകൾക്കും മറ്റ് തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാവുകയുമാണ് ചെയ്തതിനെ കുറിച്ചൊരു ക്രിറ്റിസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സമ്പന്ന രാഷ്ട്രത്തെ കെട്ടിപ്പൊക്കുന്ന ഒരു രീതിയാണ്. ഈ വെൽത്തി ക്ലാസ്സും ക്യാപിറ്റലിസവും ഒക്കെ അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വെൽത്തി ക്ലാസ്സും ഉണ്ട്, ഈ പുതിയ വ്യാവസായിക സംരംഭം വഴി പണക്കാരാവുന്നുണ്ട്, സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്, ക്യാപിറ്റൽ കൂടുന്നുണ്ട്. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിന് സയൻസ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഈ മേഖലകളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള കോർപ്പറേഷനുകളും ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും വളരുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. ദെൻ 20-21 നൂറ്റാണ്ടുകളായപ്പോഴേക്കും രാജ്യങ്ങൾ തമ്മിൽ വലിയ അന്തരം ഉണ്ടായിട്ടുണ്ട്. ഈ മൾട്ടിനാഷണൽ കമ്പനികളും അവയുടെ വളർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാകുന്ന ചില പ്രത്യേക രാജ്യങ്ങളിലും സെൻറ്ററുകളിലും മാത്രമാണ്. അപ്പോൾ ഇതില്ലാത്ത രാജ്യങ്ങളെ വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇല്ലാത്ത രാജ്യങ്ങളായിട്ടും മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ ഉടമകളായിട്ടുള്ള രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. നോർത്ത് സൗത്ത് എന്നൊരു ഡിവിഷൻ വന്നു. അതുപോലെ തന്നെ തേർഡ് വേൾഡ് കൺട്രീസ്, സെക്കൻഡ് വേൾഡ് കൺട്രീസ്, ഫസ്റ്റ് വേൾഡ് കൺട്രീസ്, അങ്ങനത്തെ തരംതിരിവുകൾ രാജ്യത്തിൻ്റെ തരംതിരിക്കുകയാണ്. ഒന്നാം കിട രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു വ്യാവസായിക വിപ്ലവം വഴി ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള രാജ്യങ്ങൾ, ഒരുപാട് സ്വത്ത് നിക്ഷേപമുള്ള വളരെ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഒന്നാം കിട രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയാണ് സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത്. തേർഡ് വേൾഡ് കൺട്രീസിന് അത് മൂന്നാം കിട രാജ്യങ്ങൾ എന്ന് പറയുന്നത് വികസനം എത്താത്ത ഈ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ വന്ന് അവരുടെ ഇൻഫ്ലുവൻസ് സ്ഥാപിക്കുന്ന, അതായത് വികസനം എത്താത്ത അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിതമല്ലാത്ത രാജ്യങ്ങളെയാണ് എന്ത് പറയുന്നത് മൂന്നാം കിട രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇത്തരം ഒരു ക്ലാസിഫിക്കേഷൻ, രാജ്യങ്ങളുടെ മേൽ ഇത്തരം ഒരു ക്ലാസിഫിക്കേഷൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് ഡിസ്കസ് ചെയ്തു. ഇൻഡസ്ട്രിയലൈസേഷൻ വേഴ്സസ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ അതെന്താന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു. അത് സമൂഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താന്ന് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്താന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ചില ക്രിറ്റിസിസം പറഞ്ഞു. ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനെ 5ാമത്തെ ബ്ലോക്ക് നമ്മളിവിടെ കഴിയുകയാണ്. ഓക്കെ, താങ്ക് യു.